നവ്യ നായർ വിഷു ആഘോഷിച്ചതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ പ്രശ്നം. നവ്യ നായർ കുടുംബത്തോടൊപ്പം കൊച്ചിയിലാണുള്ളത്. അപ്പോൾ കൊച്ചിയിൽ വെച്ചിട്ട് മകനും അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് വളരെയധികം സന്തോഷത്തിലിരിക്കുന്ന നല്ല നല്ല മുഹൂർത്തങ്ങൾ നവ്യ നായർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അതൊന്നും പാപ്പരാസികൾക്ക് പിടിച്ചില്ല. പാപ്പരാസികൾ എന്ത് പറയണ, നവ്യ നായർ ഇത്ര ആഘോഷിക്കാൻ പാടില്ല. എന്താണ് കാരണം? നവ്യ നായരുടെ അമ്മായിയമ്മ മരിച്ചിരിക്കുക, അമ്മയേക്കാൾ സ്നേഹമുള്ള അമ്മായിയമ്മ മരിച്ചിരിക്കുക. അപ്പം നവ്യ എന്തിനാണ് ഈ വിഷു ആഘോഷിക്കുന്നത്? ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ആഘോഷിച്ചാൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ പഴയ ആചാരപ്രകാരം നമ്മുടെ വീട്ടിലെ ബന്ധത്തിൽ ആരെങ്കിലും, നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മുടെ രക്തബന്ധമുള്ള ആൾക്കാർ മരിച്ചാലാണ് നമ്മൾ വിഷു ഓണം ആഘോഷിക്കേണ്ടിയിരിക്കുക. നമ്മുടെ നവ്യ നായരുടെ അമ്മായിമ്മയായിട്ട് എന്ത് രക്തബന്ധം? രക്തബന്ധമില്ല, സ്നേഹബന്ധം മാത്രമേ ഉള്ളൂ, ആത്മാർത്ഥ സ്നേഹബന്ധം മാത്രമേ ഉള്ളൂ. ശരിക്കും സന്തോഷിനെ, ഭർത്താവായ സന്തോഷും അതുപോലെ തന്നെ നവ്യ നായരായിട്ടുള്ള ഭയങ്കര ഒരു കോംബോ വർക്ക് ചെയ്ത് തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നവ്യ നായരുടെ അമ്മായിമ്മ ഇതാണ്. അപ്പം അതും അമ്മായിമ്മ മരിച്ചോട് കൂടിയിട്ട് ആ ഒരു കണക്ഷൻ വിട്ടിരിക്കുക. അതുപോലെ തന്നെ നവ്യ നായർ ഓരോ ഫോട്ടോസുകളും ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ പല ആൾക്കാർക്കും ഭയങ്കര കുശുമ്പ്, അസൂയ. കാരണം എന്താണ്? നവ്യ നായർ ഒരു മകൻ്റെ അമ്മയാണ്, കല്യാണം കഴിച്ചു, ഇത്രയും കൊല്ലമായി. നവ്യ നായർ ഇപ്പോഴും ചെറുപ്പമായിട്ടിരിക്കുന്നു, വയസ്സ് ഒട്ടും ആയിട്ടില്ല. ഇപ്പോഴും ഒരു 10, 18, 20 വയസ്സുള്ള ഒരു സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നത്. അത് പലർക്കും പിടിക്കുന്നില്ല. നവ്യ നായരുടെ ഫോട്ടോസ് കാണുമ്പോൾ നടികൾക്കായാലും വേറെ കുറച്ച് കുശുമ്പുള്ള ആൾക്കാർക്കായാലും ഭയങ്കര കണ്ണുകടിയുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇറക്കി വിടുക. 3-4 കൊല്ലമായിട്ട് നവ്യ നായരും സന്തോഷും ഭർത്താവായ സന്തോഷമായിട്ട് ഒരു ഫോട്ടോസും കണ്ടില്ല, അവരെ കൂടെ നിൽക്കുന്ന കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് നവ്യ നായർ ഡൈവോഴ്സായി. അതിനവർ കാരണം കണ്ടെത്തിയത്, പാപ്പരാശികൾ കാരണം കണ്ടെത്തിയത് എന്താണ്? നവ്യ നായരുടെ പല ഇൻ്റർവ്യൂകളിലും അത് സൂചിപ്പിക്കുന്നുണ്ടെന്ന്. നവ്യ നായർ ഇന്ന വരെ അങ്ങനൊരു വാക്ക് പറഞ്ഞിട്ടില്ല. നവ്യ നായർ ഇപ്പോൾ 2 പടത്തിൽ അഭിനയിച്ചു. ഒരുത്തി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാൽ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ഒരുപാട് നല്ലൊരു കഥാപാത്രമാണത്, ഉണ്ടായ കഥയാണത്. ഞാനത് നമ്മുടെ സിനിമ തിയേറ്ററിലും പോയി കണ്ടു, ടി വിയിൽ വന്നാലും ഞാൻ കാണാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ് പാതിരാത്രിയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം. ആ പടത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിട്ടാണ് അഭിനയിക്കുന്നത്. എന്ത് മനോഹരമായിട്ട് അഭിനയിച്ചു പോണത്, നല്ല സ്ട്രെയിൻ എടുത്തുകൊണ്ടാണ് അഭിനയിച്ചത്. അതുപോലെ തന്നെ ചേരൻ്റെ കൂടെ ഒരു തമിഴ് പടം വന്നിട്ടുണ്ട്, പേരെനിക്ക് ഓർമ്മയില്ല. അതിപ്പോൾ കണ്ടാലും നമ്മളത് കാണുന്ന ഒരു സംഭവമാണ്. അത്ര രസകരമായിട്ട് അഭിനയിക്കുന്ന, മലയാളത്തിൽ അത് ഇന്നവരെ വന്നുള്ള, ഇപ്പോൾ ഇതുവരെ വന്നുള്ള നടികളെയൊക്കെ കവർ ചെയ്യുന്ന പോലെയുള്ള അഭിനയമുള്ള, നേച്ചുറൽ അഭിനയമുള്ള, ആർട്ടിഫിഷ്യൽ അല്ല, നാച്ചുറൽ അഭിനയമുള്ള ഒരു സുന്ദരിയാണ് നമ്മുടെ നവ്യ നായർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നവ്യ നായർ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഇവർക്ക് എന്തോ ഒരു സ്വാർത്ഥ താല്പര്യം തോന്നുന്നുണ്ട്. നവ്യ നായരും സന്തോഷിനെയും തമ്മിൽ വേർപിരിക്കാൻ വേണ്ടിയിട്ട് ഇവരിവിടെ ഒരു വലിയൊരു ഗ്രൂപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നു തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയണത്, നവ്യ നായർ ഇപ്പോൾ എറണാകുളത്ത് കൊച്ചിയിലാണ്, മകനെ നവ്യ നായരാണ് നോക്കുന്നത്, ഇവർ വീതം വെച്ചെടുത്തിരിക്കുകയാണെന്ന് പറയണത്. എന്ത് അസംബന്ധമൊക്കെ ഈ പറയണില്ലേ? അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ വളരെ ബിസി മാനാണ്, തിരക്കുള്ള ആളാണ്, ബോംബെയിലാണ് ആൾ ഉള്ളത്. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഇവരെ പോലെ ഇവിടെ വരാനും എല്ലാ ആഘോഷത്തിലും പങ്കെടുക്കാനും, നവ്യ നായരെ അവർ ഭർത്താവായിരിക്കുമ്പോൾ തന്നെയല്ലേ നവ്യ നായർ 2 സിനിമയിൽ അഭിനയിച്ചത്. ഇനിയിപ്പോൾ അങ്ങനെ ഡൈവേഴ്സ് ആയെങ്കിൽ തന്നെ അത് നവ്യ നായർ നമ്മളോട് പറയും. നവ്യ നായർ ഇഷ്ടപ്പെടുന്ന എന്നെപ്പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് പുരുഷന്മാർക്ക് ഇഷ്ടമാണ്. നവ്യ നായർ നമ്മളോട് ഒന്ന് പറയും. അല്ലാണ്ട് നമ്മൾ ഈ പാപ്പരാശികൾ പറയണതൊന്നും നമ്മൾ വിശ്വസിക്കില്ല. അപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നവ്യ നായർ വിഷു ആഘോഷിച്ചതാണ്. വിഷു ആഘോഷിക്കാൻ പാടില്ലായിരുന്നു. അത് വീണ്ടും ആഘോഷിച്ചത് പോട്ടെ, അതൊക്കെ നവ്യ നായർ സന്തോഷമായിട്ടിരിക്കുന്ന ഇവിടെ ആർക്കും ഇഷ്ടമല്ല എന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിൽ അതിലും വലിയ കുറ്റമാണ് കണ്ടെത്തുന്നത്. അപ്പോൾ നവ്യ നായർ ഇപ്പോൾ തുമ്മിയാലും എന്തെങ്കിലും അങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ സോഷ്യൽ മീഡിയ അതൊരു വലിയ വാർത്തയായിട്ട് എടുക്കണം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നവ്യ നായർ ഇനി സിനിമാ ഫീൽഡിലേക്ക് തിരിച്ച് വരരുതെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ദിലീപിൻ്റെ കൂടെ
എത്ര പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ടെന്നറിയാം, എത്ര മനോഹരമായുള്ള പടങ്ങളാണെന്നറിയാം അതൊക്കെ. നമുക്കൊക്കെ ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ് നമ്മുടെ കുഞ്ഞുമോനിലൊക്കെ കണ്ണില്ലാണ്ട് അഭിനയിക്കുന്ന ആ ഒരു ഭാവം. അപ്പോൾ നന്ദനത്തിലെ കാര്യം ഞാൻ പിന്നെ പറയണില്ല, അത് വലിയൊരു ഹിറ്റാണ്, അത് വലിയൊരു, അതിനെപ്പറ്റി നമുക്ക് നവ്യ അഭിനയിച്ചിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും നവ്യ മനോഹരമാക്കിയിട്ടുണ്ട്. അത്രയും ടാലൻ്റുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ആ ആർട്ടിസ്റ്റിനെ ഇങ്ങനെ സിനിമാ ഫീൽഡ് മാറ്റി നിർത്തുന്നതിൽ ഒരുപാട് വിഷമം നവ്യ നായരെ ഇഷ്ടപ്പെടുന്ന ആരാധകർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിനിമാ ലോകം വേണ്ട വിധത്തിൽ നവ്യ നായർ ഉപയോഗിച്ചിട്ട് ഇനി ഉപയോഗിക്കാൻ ഒരുപാടുണ്ട്. അതും കൂടി ഒന്ന് നിങ്ങൾ സിനിമയിലേക്ക് വീണ്ടും വീണ്ടും നവ്യ നായരെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് നവ്യ നായരെ. നവ്യ നായരെ സിനിമ കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. നവ്യ നായരെ സംഭാഷണം കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ്. ആ ഒരു ചമ്മലായിട്ടുള്ള വർത്തമാനങ്ങൾ കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും അന്ന് സെക്രട്ടറിയിലേക്ക് ഒരു ജോലിയുള്ളൊരു സംഭവമുണ്ട് നമ്മുടെ ഒരു ദിലീപൊക്കെ ആയിട്ട്. അവർക്ക് എന്ത് മനോഹരമായിട്ട് നവ്യ അഭിനയിച്ചോന്നറിയാം. അതുപോലെ തന്നെ നന്നായി ഡാൻസ് ചെയ്യും, നല്ല രസമായിട്ട്. എന്താ വെച്ചാൽ ഇപ്പോഴും സൗന്ദര്യം ഒട്ടും കുറഞ്ഞു പോകാതെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ജിമ്മെടുത്തിട്ടോ യോഗ ചെയ്തിട്ടോ ഒക്കെ വളരെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ശ്രദ്ധിക്കുന്ന ഒരു നടിയാണ്. അതുകൊണ്ട് വളരെ വണ്ണം കുറഞ്ഞ് വളരെ സുന്ദരിയായിട്ടുള്ള ഫോട്ടോസാണ് നമ്മൾ കാണാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത്. അപ്പോൾ എന്തായാലും നവ്യനെ കുറിച്ചുള്ള അപവാദ കഥകളൊക്കെ നിർത്തുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നവ്യ തന്നെ വന്ന് പറയും. എന്തിനാണ് നവ്യ ഒരു വിഷ ആഘോഷിക്കുന്നത് വന്നിട്ട് അതിന് വെറുതെ ഈ ഭാവത്തിന് തന്നെ മെക്കിട്ട് കയറുന്നത്. ഇത്ര എനിക്ക് പറയാനുള്ളൂ.